ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി എത്ര പ്രായമായാലും പ്രായമേതുമാകട്ടെ ഇനി നരച്ചമുടി ഉണ്ടാകത്തില്ല. ഏത് നരച്ചമുടി ഉള്ളവർക്കും ഇത് പറ്റാവുന്നതാണ്. നമ്മുടെ നരച്ചമുടി കട്ടക്കറുപ്പാക്കിയെടുക്കാൻ ഇത് മാത്രം മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കൂ. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ ഒരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി മുടി നരയ്ക്കുമെന്ന് ടെൻഷൻ അടിക്കേ വേണ്ട. ഇതൊന്നൊരു തുള്ളി ഒന്ന് തൊട്ടാൽ നല്ല കട്ടക്കറുപ്പാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാ മുടികളും നരച്ച് എത്ര മുടിയുണ്ടെങ്കിലും കട്ടക്കറുപ്പാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒരുപാട് കാണും അല്ലേ. അപ്പോൾ നമുക്കിത് ഒന്ന് ഒടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ തൊലി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളിയൊക്കെ ചെറിയ ചെറിയ ഉള്ളികളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും? ഇത് പിന്നെ നിഷ്പ്രയാസം നമുക്ക് ഇതൊന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് തൊലി എല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ വെളുത്തുള്ളിയുടെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒടിച്ചെടുക്കാണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് അടത്തിയിടാൻ, ഫസ്റ്റ് ടിപ്പ് അടത്തിയിടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അടത്തിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഇടികല്ലുണ്ടെങ്കിൽ, ഇടികല്ലിൻ്റെ കൊഴുവിക്കല്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചതനൊന്നും പോകുന്നവർക്കിട്ട് ഒറ്റ കൊട്ട് കൊട്ടിയാൽ മതി. അതിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊരു ഒറ്റ കൊട്ട് കൊട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അതെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ അതെല്ലാം ഒന്ന് പേറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്നുള്ളി ഈ ചെറിയ ഉള്ളി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ തൊലി കളയാൻ ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൊലി കളയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു കുപ്പിയുടെ ഒരു അടപ്പ് മാത്രം മതി, എന്തോരം തൊലി വേണേലും കളയാം. പക്ഷെ ഞാനിതൊന്നും അല്ല എടുക്കുന്നത്. ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ നെവിടെ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിനെയും തൊലി കളയുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് എല്ലാത്തിനും ഒരു പാത്രങ്ങളിലാക്കി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. ആ വെള്ളം എല്ലാം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച്, തിളച്ച വെള്ളം ഒരിക്കലും ചെറു ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഐസ് വെള്ളമാണെങ്കിൽ ഒഴിക്കാം. ഈ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ഒടിഞ്ഞ് നല്ലപോലെ തൊലി പോയി കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കൈ കൊണ്ട് നെവടി എടുത്താൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് നെവടി എടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കൈ കൊണ്ട് നെവടി തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി നോക്കി ഞാനിത് കേട്ടോ ഒന്ന് നെവടി കഴിഞ്ഞപ്പോൾ അതെല്ലാം നല്ലപോലെ തൊലിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലി ഫുള്ള് പോയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് കൈ കൊണ്ട് തന്നെ നെവടി അത് മാറ്റി വെച്ചിട്ട്, അതുപോലെ ചുമന്നുള്ളിയുടെ തൊലി ഇതുപോലെ തന്നെ നെവടിയാണ് ഞാൻ കളഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ ചുമന്നുള്ളി കണ്ടില്ലേ ഫുള്ള് ഞാനൊന്ന് നെവടി തന്നെയാണ്, കത്തി പോലും ഉപയോഗിക്കാതെ നെവടി തന്നെയാണ് ഫുള്ള് കളഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊലികളെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇത് ചെടിക്കൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ചെടി നല്ലപോലെ പൂക്കാനും പൂവൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മുഞ്ഞ പോലെയൊക്കെ ഉണ്ട്, പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഈ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ ചുമന്നുള്ളിയുടെ തൊലിയൊക്കെ കൊണ്ട് ചെടിയുടെ ചവിട്ടി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കളയണ്ട. അങ്ങനെ അതുപോലെ ഇഞ്ചി നമുക്കൊന്ന് നെവടി കളയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇഞ്ചിയുടെ ഇത് പോയി കിട്ടുന്നുണ്ട്, തൊലി എല്ലാം പോയി കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് മാത്രം മതി, ചിരണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇവിടെ തന്നെയാണ് ഇതെല്ലാം ഞാൻ കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളിയൊക്കെ അരിയുമ്പോഴും അതുപോലെ തൊലിയൊക്കെ ഒഴിക്കുമ്പോൾ കണ്ണ് നിറയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പൊടി നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചാണ്, ടാപ്സിൻ്റെ ഇതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് നല്ലതാണ്, ബീട്രൂട്ടിൻ്റെ പൊടിയാണ് ഇത് കേട്ടോ. നമ്മുടെ വീടുകളിലാണെങ്കിലും നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. ബീട്രൂട്ട് അരച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി കേട്ടോ, അങ്ങനെ പൊടിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അത് ബുദ്ധിമുട്ടുള്ളവർ ഓൺലൈനിൽ ഇത് കിട്ടുന്നതാണ് കേട്ടോ. നല്ല 100% നാച്ചുറലായിട്ടൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ ഇപ്പോൾ എടുക്കുക. ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഈ 2 ടീസ്പൂൺ പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അലോവേര ജെൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ അലോവേര വളർത്തുന്നുണ്ടെങ്കിൽ, അത് കറ്റാർവാഴ വളർത്തുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയോട്ട് ഈ വൈറ്റ് കളറിലുള്ള അലോവേരയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ജെല്ലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കും നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. അല്ലാതെ പച്ചവെള്ളം അതൊന്നും ഒഴിക്കേണ്ട. നിങ്ങൾക്ക് റോസ് വാട്ടർ ഒന്നും മുഖത്തിന് യൂസ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈര് ഉണ്ടെങ്കിൽ തൈര് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വെയിലൊക്കെ അടിക്കും, നമ്മുടെ മുഖം എല്ലാം ടാണടിച്ചിരിക്കുകയല്ലേ, നമ്മുടെ മുഖം കയ്യ് കാലൊക്കെ
നല്ലൊക്കെ ടാനടിക്കും. അപ്പോൾ കറുത്ത് വരും. നല്ല വെളുത്തവരൊക്കെ ആണെങ്കിൽ തന്നെ അവരൊക്കെ ഈ വെയിലത്തൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ ടാനടിച്ച് കണ്ണിൻ്റെ അടി കറുക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് കുരുക്കൾ പോലെയൊക്കെ വരികയും കുറച്ച് ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം രാത്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഇത് തേച്ച് രാവിലെയൊക്കെ തേച്ചിട്ട് വെളിയിൽ ഇറങ്ങാതിരിക്കുക നല്ലത്. കാര്യം പിന്നെ ചൂടടിക്കുമ്പോഴത്തേക്ക് ഇരുണ്ട് പോകുന്ന പോലെ ആയിപ്പോയി. എന്ത് ഫേസ് പാക്കും നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ കയ്യിലോട്ട് തൂത്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട്. പിന്നെ എൻ്റെ കയ്യിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുട്ടിയുടെ മുഖത്തൊക്കെ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ കയ്യിലൊക്കെ ഈ ചൂട് നമ്മൾ തുണിയിലൊക്കെ അതുപോലെ വെളിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആയിരിക്കും കൂടുതൽ വെയിലൊക്കെ അടിച്ചിട്ട് അത് നമ്മുടെ അത്രയും കൈയൊക്കെ നല്ല കറക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഈ കയ്യിലേക്ക് ഇങ്ങനെയാണ് നല്ലപോലെ കൈ കഴിയുന്നതിന് ശേഷം കയ്യിലേക്ക് തൂത്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷം ഇതൊക്കെ നല്ലൊരു മാറ്റം എൻ്റെ കൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒറ്റ ദിവസം തന്നെ ചെറിയൊരു മാറ്റം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറുത്ത പോയ മുഖമാണെങ്കിലും അതുപോലെ തന്നെ കൈകളാണെങ്കിലും കാലുകളാണെങ്കിലും നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കാൻ വെക്കുന്ന ട്രേ ആണിത്. അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ചെയ്യാൻ തുടങ്ങും പച്ചക്കറികളൊക്കെ. അപ്പോൾ പച്ചക്കറി ഒന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടി അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ട്രേ നല്ലപോലെ തണുത്തിട്ട് കണ്ടില്ല, നല്ല മഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പച്ചക്കറി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പച്ചക്കറി മാസങ്ങളായാലും ചള്ളായി പോകത്തില്ല കേട്ടോ, അഴുക്കായി പോകത്തേ ഇല്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു നല്ല കട്ടിയുള്ള ഒരു ടർക്കി എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെയൊക്കെ പഴയ ബനിയൻ കാണുമല്ലോ, ബനിയൻ കവറിങ് ചെയ്തിട്ടാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ടർക്കി എടുത്ത് ഇതിനുള്ളിലേക്ക് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ എത്ര പച്ചക്കറി മേടിക്കുന്നു അത് ഏത് പച്ചക്കറിയുമാകട്ടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ പച്ചക്കറി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പോലും ഉണങ്ങിപ്പോവല്ല, വാടിപ്പോയതുപോലെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫ്രിഡ്ജിലുള്ള തണുപ്പ് നമ്മുടെ ആ കോട്ടൺ തുണിയുണ്ടല്ലോ അതിൽ പിടിച്ചിട്ട് ആ തണുപ്പോടെ കൂടി തന്നെ നമ്മുടെ ഒരു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് കറണ്ട് പോയെന്ന് പറഞ്ഞാൽ ആ തണുപ്പ് നമ്മുടെ പച്ചക്കറിക്ക് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസും അതുപോലെ തന്നെ ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് പച്ചക്കറി ആണെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നാര അത് പാരമ്പര്യമായിട്ടാകട്ടെ എങ്ങനെയാകട്ടെ നമ്മുടെ മുടിയൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ നരച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കെമിക്കൽ കാര്യങ്ങളെല്ലാം മേടി തലപ്പറ്റുന്നവരാരും ഇനി അതൊന്നും അടിച്ച് പണി വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, വീടുകളിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കട്ടകറുപ്പാക്കാൻ സഹായിക്കുന്ന നല്ലൊരിതാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു. ഇത് നാച്ചുറൽ, അലർജി ഇല്ല, മുടി പൊഴിയത്തുമില്ല, അതുപോലെ മുടി പൊട്ടി പോകത്തുമില്ല, താരനുണ്ടാകത്തുമില്ല. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, മുടിക്ക് എത്ര നരയുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ തേയിലപ്പൊടി എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് മുടി നരച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് എടുത്തിരിക്കുന്നത്. ഇത് ഈ തേയിലപ്പൊടിക്ക് നല്ല കടുപ്പാണ് കേട്ടോ, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇച്ചിരി വലിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 10 നമ്മുടെ ഗ്രാമ്പു 10 കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്രാമ്പു അത്യാവശ്യമാണ്, നമ്മുടെ മുടിക്ക് നല്ല മുടി വളരാൻ സഹായിക്കുന്നതാണ്, താരന് ഇതൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല മുടി നല്ല കട്ട കറുപ്പാക്കാൻ നമ്മുടെ ഗ്രാമ്പു സഹായിക്കുന്നുണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഗ്രാമ്പു. അതുപോലെ തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ തേയിലപ്പൊടിയിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് ഷാമ്പൂ കൂടി ഇട്ട് നിങ്ങൾ ഡെയിലി ഇത് മുടി കഴുകുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. നല്ല കട്ടിയോടുകൂടി മുടി വളരും, കറുകറുത്ത് തന്നെ വളരുകയും ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ കോഫി പൗഡർ ഇട്ടിട്ടില്ല, ഇത് മാത്രമായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കി 1/2 ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. ഇത് ഹെന്ന ബേസ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ്. നമ്മുടെ അതുപോലത്തെ പിന്നെ ഇതേ കളറിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മറ്റേ ഹെന്ന പൗഡർ പോലെയല്ല ഇത്. ഒറ്റ യൂസ് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ആപ്സിൻ്റെ തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നാച്ചുറലാണ്, 100% നാച്ചുറലാണ്. അപ്പോൾ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ, ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഓൺലൈനിലാണ് മേടിച്ചത് കേട്ടോ. അതുകൊണ്ട് ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ എടുക്കാം. നമുക്ക് ഒരുപാട് നര ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ടീസ്പൂൺ ഇങ്ങനെ നരയ്ക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട്
ഇതേ രീതിയിൽ നമ്മൾ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇരുമ്പ് ചട്ടി തന്നെ വേണം, എന്നാലും നമ്മുടെ മുടിക്ക് നല്ല തുരുമ്പുള്ള ഇരുമ്പ് ചട്ടിയാണെങ്കിൽ എടുക്കാം കേട്ടോ, ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തുരുമ്പുള്ള ആണി എന്തെങ്കിലും കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ബീട്രൂട്ട് പൊടിയാണ് കേട്ടോ. ഈ ബീട്രൂട്ട് പൊടിയും നമ്മുടെ ഈ മൈലാഞ്ചിപ്പൊടി ഈ ബ്ലാക്ക് ഹെന്നയും കൂടെ ചേരുമ്പം എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആ മുടി എല്ലാവരും പറയും മുടി ചുമന്ന് പോകും, ചെമ്പിച്ച് പോകും, ചുമന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും. പക്ഷേങ്കിൽ ഇത് അങ്ങനല്ല. ഇത് നല്ല ഈ ബ്ലാക്ക് കളറിലേക്ക് വരും. ഈ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടിയും കൂടെ ചേരുമ്പോഴത്തേക്ക് ബെർഗണ്ടി കളർ പോലെയല്ലേ വരുന്നത്. അപ്പോൾ അതിന് പകരം ഈ ബെർഗണ്ടി കളറും ഈ നമ്മുടെ മൈലാഞ്ചിയുടെ കളറും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ കറുത്ത ഒരു കളറിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തേയിലയും അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ട് ആ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഈ ഹെന്ന പൗഡർ നമ്മുടെ മറ്റേ ഹെന്ന പോലെ അല്ല, ഒരു പച്ച കളറിലല്ല ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വേറൊരു കളറിലേക്ക് ഇത് വരും, നല്ല തനി ബ്ലാക്ക് കളറിലേക്ക് വരും കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു പച്ച പോലത്തെ ഒരു കളറല്ല ഇത് വരും. നമ്മൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മൈലാഞ്ചി കിട്ടുമെങ്കിൽ നിങ്ങൾ അത് അടിച്ച് അരച്ചിട്ട് തലയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിന് നല്ലൊരു റിസൾട്ടാണ്. കാര്യം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും കിട്ടാത്ത ആൾക്കാർ ഇതുപോലത്തെ പൊടികളൊക്കെ ഓൺലൈനും കഴിയുന്നു എല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടി ഇതെല്ലാം കൂടെ നല്ല സെറ്റായി കൊണ്ട് ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു 15 മിനിറ്റ് നിങ്ങളൊന്ന് അടച്ച് വെച്ചതിന് ശേഷം എടുത്ത് നോക്കൂ, കട്ട കറുപ്പായിട്ട് കറുകറാന്ന് കറുപ്പായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തേച്ച് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ചുമ്മാ കൂട്ടി വെക്കാതെ ആ ചട്ടിയിലേക്ക് ഫുള്ള് തേച്ച് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് തേച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ കറുപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നേരം ഒന്നും ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കേണ്ട കാര്യമില്ല. അന്നപ്പോൾ തന്നെ നമുക്ക് തലയിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല, രാവിലെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്നാണെങ്കിലും ഇത് നല്ലപോലെ ഈ ഒരു 15 മിനിറ്റുള്ളിൽ നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതേ രീതിയിൽ നല്ല കറുപ്പായിട്ട് ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ, നരച്ച മുടിയിൽ അടിപൊളിയായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. നല്ല കറുപ്പാക്കി കിട്ടുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. ഇത് തന്നെ നിങ്ങൾ 2 ആഴ്ചയിൽ തേച്ച് വരുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ലപോലെ കറുപ്പാകും. നമ്മൾ കെമിക്കലൊക്കെ മേടിച്ചിട്ട് തല ഡൈ ചെയ്യുന്ന പോലെ ഒറ്റ യൂസിൽ കറുക്കത്തില്ല. എന്നാലും ഒരു ആ നരച്ച മുടിക്ക് ഒരു കറുപ്പ് വരും. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു കറുപ്പ് വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ കെമിക്കലിൽ അടിക്കുന്ന പോലുള്ള കറുപ്പ് ഒറ്റ യൂസിൽ കിട്ടത്തില്ല. പക്ഷെ ഇത് നാച്ചുറലാണ്. നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടി. കണ്ടില്ല, ഞാൻ എൻ്റെ തലയിലാണ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മുടിയൊക്കെ ഭയങ്കര നരയായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് കറുപ്പാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.